തൃശൂർ നഗരത്തിൽ പോലീസ് നടപ്പിലാക്കിയ അപ്രായോഗിക ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഷാളണയിച്ച് സ്വീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇരു നേതാക്കളും ഇന്ന് ഒരേ വേദി പങ്കിട്ടു. തൃശൂർ മരക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും സംഘവും സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ നഗരത്തിൽ പോലീസ് നടപ്പിലാക്കിയ അപ്രായോഗിക ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന ബസ്സുകളാണ് ട്രിപ്പുകൾ നിർത്തിയത്. അപ്രതീക്ഷിത പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞു. പോലീസ് നിർദ്ദേശിച്ച പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. തൃശൂർ ശക്തനിൽ നിന്നും ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തിറക്കിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരീച്ചിറയിലെത്തി ചിയ്യാരം വഴി കൂർക്കാഞ്ചേരിയിലേക്ക് എത്തണം. ഇതാണ് പോലീസ് രാവിലെ നിർദ്ദേശം നൽകിയത്. ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. ഇത്രയും ചുറ്റുന്നത് അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണൻകുളങ്ങര വഴി ചിയ്യാരത്തെത്തി കൂർക്കാഞ്ചേരിയിൽ എത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത്. സമയത്തിന് എത്താനാകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. പോലീസ് നടപ്പിലാക്കിയ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ജീവനക്കാർ ട്രിപ്പുകൾ മുടക്കി സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്ക് ചെയ്തു നിർത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ ജനങ്ങളും വലഞ്ഞു. പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബസ് കിട്ടാതെ ജനങ്ങളും ഏറെ നേരം സ്റ്റാൻഡിൽ നിലയുറപ്പിച്ചു. പലരും മറ്റു പല മാർഗങ്ങളും തേടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. മീഡിയ ടൈം, തൃശൂർ. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഷാളണിയിച്ച് സ്വീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇരു നേതാക്കളും ഇന്ന് ഒരേ വേദി പങ്കിട്ടു. പാലക്കാട് ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടി പർപ്പസ് സൊസൈറ്റിയുടെ പരിപാടിയിലാണ് ഇരുവരും ഒന്നിച്ച് എത്തിയത്. സ്നേഹത്തിന്റെ കടയിലേക്ക് താൻ വന്നിരിക്കുന്നു എന്ന സന്ദീപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്റെ അതൃപ്തി പ്രകടമാക്കി വെറുപ്പിന്റെ പാതയിലേക്ക് തിരികെ പോകരുതെന്ന് മുരളീധരൻ ഓർമ്മിപ്പിച്ചിരുന്നു. തൃശൂർ മരക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും KPCC സെക്രട്ടറി A പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റൂട്ടിൽ വച്ചായിരുന്നു സംഭവം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ആദ്യം 3 കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് MLAയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത്. പിന്നീട് ഈ ആനക്കൂട്ടം കാട് കയറി. തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു 3 അംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ഇതിനിടെ കാട്ടാനകൾ MLAയുടെ വാഹനത്തിന് നേരെ തിരിയാനും ശ്രമമുണ്ടായി. ഈ സമയത്ത് എതിർദിശയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനംവകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാട് കയറിയത്. കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം 1 മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് MLAയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത്. മീഡിയ ടൈം, ചാലക്കുടി. അഴീക്കോട് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. എറണാകുളം പള്ളിപ്പുറം പനക്കൽ വീട്ടിൽ ക്ലീറ്റസ് മകൻ ഔസോയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ടാണ് ഉദ്യോഗസ്ഥ സംഘം പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ പിടിച്ച 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 4000 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെയും അഴീക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ MA അനൂപിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിനു താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് ബോട്ട് പിടികൂടിയത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച്
2,50,000 രൂപ പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ 1,51,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചു. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിവിട്ടു. കോസ്റ്റൽ പോലീസ് SI ബാബു, ASI ബനീഷ്, CPO അരവിന്ദ്, സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, ഷൈബു, സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ്, അൻസാർ എന്നിവരാണ് പ്രത്യേക പെട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ലീലയുടെ ഗൃഹപ്രവേശവും വീട് നിർമ്മിച്ചു നൽകിയ പറവൂർ ടൗൺ മർച്ചന്റ് അസോസിയേഷൻ നേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി. 2023 ഒക്ടോബർ 19 പെരുമ്പടന്ന വാടാപ്പള്ളി പറമ്പിൽ ലീലയുടെ വീട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ലീലയുടെ സഹോദരി പുത്രൻ പട്ടാപ്പകൽ JCB ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞത്. ലീല പുറത്തുപോയ സമയത്തായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത്. വീടില്ലാതെ വഴിയാധാരമായ ലീലയെ സഹായിക്കാൻ ലീലയ്ക്കൊരു ഭവനം ജനകീയ സമിതി രൂപീകരിച്ചു. ഇതോടെ ലീലയുടെ സഹോദരങ്ങൾ ഭൂമിയിലെ അവകാശം ഒഴിഞ്ഞ് സ്ഥലം ലീലയുടെ പേരിൽ ആധാരം ചെയ്തു കൊടുത്തു. വിവരമറിഞ്ഞ ടൗൺ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മാണം ഏറ്റെടുത്തു. സമയബന്ധിതമായി പൂർത്തീകരിച്ചു നൽകുകയായിരുന്നു. അസോസിയേഷന്റെ സുവർണ ജൂബിലി സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ താക്കോൽ കൈമാറിയിരുന്നു. അവസാന മിനുക്കുപണികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച പാൽക്കാച്ചൽ ചടങ്ങ് നടത്തി. തുടർന്ന് വ്യാപാരി നേതാക്കളെ ജനകീയ സമിതിയുടെ പേരിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ട്രഷറർ K. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ബോബൻ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PB പ്രമോദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, അഡ്വക്കേറ്റ് KN ഷൗരു, നാസർ, സ്റ്റാൻലി ജോൺ, പുഷ്പലത എന്നിവർ സംസാരിച്ചു. മർച്ചന്റ്സ് പ്രസിഡന്റ് KT ജോണിയും ലീല വാടപ്പള്ളിയും ചേർന്ന് ഗൃഹപ്രവേശം നിർവഹിച്ചു. അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിനെയും സംയുക്ത തിരുനാൾ നവംബർ 23, 24 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 20-ാം തീയതി കൊടികയറ്റത്തിന് ശേഷം പ്രസിദ്ധ ദിവാഴ്ചയും തുടർന്ന് അന്ന് നേർച്ച, പായസം, വെഞ്ചിരിപ്പ്, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം തുടങ്ങിയ കാര്യങ്ങളാണ് നടത്തപ്പെടുന്നത്. തുടർന്ന് 21-ാം തീയതിയും 22-ാം തീയതിയും വൈകിട്ട് 5:30 വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും ഉണ്ടായിരിക്കും. 23-ാം തീയതിയാണ് അമ്പത്തിരുന്നാൾ. അമ്പത്തിരുന്നാൾ ദിവസം രാവിലെ 7 മണിക്കാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഭവനങ്ങളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് നടത്തുന്നു. വൈകിട്ട് 7 മണിക്ക് അമ്പ് പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കുന്ന രീതിയിലും തുടർന്ന് പ്രാർത്ഥനയോടുകൂടെ അന്നത്തെ തിരുക്രമങ്ങൾ അവസാനിക്കുകയാണ്. തിരുനാൾ ദിനം 24-ാം തീയതിയാണ്. 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയുണ്ട്. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസ് പരത്തിനാൽ CMI. അന്ന് വചന സന്ദേശം നൽകുന്നത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ സിജോ തയ്യാലക്കലച്ചനാണ്. 11 മുതൽ 19 വരെ നവനാൾ ദിനാഘോഷം നടക്കും. 20 ബുധനാഴ്ച വൈകിട്ട് 5:30 ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ ജോളി വടക്കൻ കൊടിയേറ്റം നിർവഹിക്കും. ഫാദർ ജോഷി കല്ലേലി, അലക്സ് ഡേവിസ്, തോമസ് പാറക്കൽ, KA ജോയ്, TK ജോസ് എന്നിവർ മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. നാടകകൃത്തും സംവിധായകനും നടനുമായിരുന്ന കഴിമ്പ്രം വിജയന്റെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2ാമത് കഴിമ്പ്രം വിജയൻ സ്മാരക പുരസ്കാരം നടി തൃശൂർ എൽസിക്ക് സമ്മാനിച്ചു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. നൂറ്റാണ്ടിലേറെ കാലം നാടകരംഗത്ത് പ്രവർത്തിച്ചത് പരിഗണിച്ചാണ് അവാർഡ് തൃശൂർ എൽസിക്ക് നൽകിയത്. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ചെയർമാൻ RI സക്കറിയ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ
KR കിഷോർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരസ്കാര നിർണയ സമിതി അംഗം KV ഗണേഷ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. നാട്ടിക മണപ്പുറത്തെ കലാസാംസ്കാരിക പ്രവർത്തകൻ വത്സൻ പൊക്കാഞ്ചേരി മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ഗ്രീഷ്മ ഉദയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്മാരക സമിതി ജനറൽ കൺവീനർ VC ദിലീപ്, സെക്രട്ടറി മനോമോഹൻ, KM അബ്ദുൾ മജീദ്, ബഷീർ തൃപ്പേക്കുളം, PN പ്രൊവിൻറ്റ്, കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനം, സുധീഷ് അമ്മവീടിന്റെ ലഘുനാടകം, ഒരു ബഷീറിയൻ കള്ളൻ എന്നിവയും അരങ്ങേറി. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ സമ്പാളൂർ ദേവാലയത്തിൽ തിരുനാളിന് മുന്നോടിയായ ബൈബിൾ കൺവെൻഷൻ നവംബർ 20 മുതൽ 24 വരെ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 25 മുതൽ ഡിസംബർ 3 വരെയാണ് നവനാൾ ദിനങ്ങൾ. ഡിസംബർ 5-ന് ഊട്ടുതിരുനാളും 8 ഞായറാഴ്ച പ്രധാന തിരുനാളും ആഘോഷിക്കും. ബൈബിൾ കൺവെൻഷൻ എബ്രഹാം മാർ ജൂലിയോസ് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പോട്ട ആശ്രമം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം കൺവെൻഷൻ നയിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥ തിരുനാളിന് നവംബർ 4 ബുധനാഴ്ച വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് കൊടിയേറ്റം നിർവഹിക്കും. വികാരി ഫാദർ ജോൺസൺ പങ്കേത്ത് തിരുനാൾ പ്രസിദ്ധി പ്രതിനിധി, കൊല്ലം വേലികത്ത് എബി റോഡ്രിക്സ്, ട്രസ്റ്റിമാരായ ആഷ്ലി ഫ്രാൻസിസ് സിമേദി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോമോൻ പിൻഹീറോ, കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റണി അവരേജ്, തിരുനാൾ ജനറൽ കൺവീനർ റോൾസൺ സിമേദി, തിരുനാൾ പബ്ലിസിറ്റി കൺവീനർ പോൺ പിൻഹീറോ എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. പുത്തൻവേലിക്കര തേരത്തുരുത്ത് EMS സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയോജനവേദി രൂപീകരിച്ചു. കേരള ഓഡിറ്റോറിയം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വയോജനവേദി രൂപീകരണ യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി VG ജോഷി ഉദ്ഘാടനം ചെയ്തു. EMS സ്മാരക വായനശാല പ്രസിഡന്റ് PO സുരേന്ദ്രൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം PR സത്യൻ, വായനശാല സെക്രട്ടറി PV രതീഷ്, BS സന്ദീപ്, PK ശാന്ത, ബിൽജി ജോണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷനും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര തിമിര രോഗ ചികിത്സാ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീന ഉദ്ഘാടനം നിർവഹിച്ചു. MK സഹീർ അധ്യക്ഷത വഹിച്ചു. EO ജോൺസൺ, വാർഡ് കൗൺസിലർ അലീമ റഷീദ്, ഐവിഷൻ PRO സജീവ് കുമാർ, PR മഹേഷ് എന്നിവർ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളി അങ്കണത്തിൽ നടന്ന പ്രതിഷേധം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് തെക്കനിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി, ജോയ് ചെമ്പകശ്ശേരി, ഫ്രാൻസിസ് മംഗലൻ, ജോസ് കൊച്ചക്കാടൻ, വർഗീസ് തൊമ്മാന, വർഗീസ് കോമ്പാറക്കാരൻ, ജോളി തരൂക്കര, വർഗീസ് ചെരുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ പോലീസ് നടപ്പിലാക്കിയ അപ്രായോഗിക ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഷാളണയിച്ച് സ്വീകരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇരു നേതാക്കളും ഇന്ന് ഒരേ വേദി പങ്കിട്ടു. തൃശൂർ മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം MLAയുടെ വാഹനം തടഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും സംഘവും സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.